ചക്രാന്താമരങ്ങളിൽ നിന്നും നേരെ മൂന്നാറിലെ തന്നെ വിറപ്പിക്കുന്ന അരിക്കൊമ്പൻ്റെ വാർത്തയിലേക്ക് പോവുകയാണ്. അരിക്കൊമ്പനെ പിടികൂടാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. GPS അടക്കം ഘടിപ്പിക്കാനുള്ള GPS ഉള്ള റേഡിയോ കോളർ ഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ വനം വകുപ്പ് ഉള്ളത്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നിമിഷ ചേരുകയാണ്. നിമിഷ, ഇപ്പോൾ അരിക്കൊമ്പൻ എവിടെയാണ്? എന്താണ് അരിക്കൊമ്പൻ്റെ വിശേഷങ്ങൾ? അജയ്, ഇടുക്കിയിൽ പരിഭ്രാന്തി പരത്തുന്ന അരിക്കൊമ്പനുള്ള GPS കോളർ എത്തിക്കാനുള്ള നടപടികൾ വനംവകുപ്പ് വേഗത്തിലാക്കിയെന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പറമ്പിക്കുളത്ത് പ്രതിഷേധം ശക്തമായതോടെ ദൗത്യം വൈകുമോ എന്ന ആശങ്കയും വനംവകുപ്പിനുണ്ട്. അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും പിടികൂടി മാറ്റാൻ കഴിയാതെ വന്നാൽ ഘടിപ്പിക്കാനുള്ള GM കോളർ വനംവകുപ്പ് മൂന്നാറിൽ എത്തിച്ചിരുന്നു. മൊബൈൽ ടവറിൽ നിന്നുള്ള സിഗ്നലിന്റെ സഹായത്തോടെയാണിത് പ്രവർത്തിക്കുന്നത്. എന്നാൽ അരിക്കൊമ്പനെ തുറന്നുവിടാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന പറമ്പിക്കുളത്തെ ഒരു കൊമ്പൻ റേഞ്ചിലെ മുതുവരച്ചാൽ പ്രദേശത്ത് പല ഭാഗത്തും മൊബൈൽ ഫോൺ റേഞ്ച് ഇല്ലാത്തതിനാൽ GSM കോളർ മതിയാകില്ല. അതിനാലാണ് GPS കോളർ ഘടിപ്പിച്ച് വനത്തിനുള്ളിൽ തുറന്നുവിടാൻ കോടതി നിർദ്ദേശിച്ചത്. വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെയും ആസാം വനംവകുപ്പിന്റെയും കൈവശമുള്ള GPS കോളർ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യം വനംവകുപ്പ് തുടങ്ങിയത്. അവധി ദിവസങ്ങളിലായതിനാൽ അനുമതി ലഭിക്കാൻ കാലതാമസം ഉണ്ടാകുന്നുണ്ട്. ഇതോടൊപ്പം വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ കൈവശമുള്ള കോളറുകളിൽ ഒന്ന് എത്തിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. എന്തായാലും അടുത്ത ആഴ്ച തന്നെ ദൗത്യം പൂർത്തിയാക്കണമെന്നാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്നും മറ്റെവിടേക്കെങ്കിലും മാറിയാൽ അരിക്കൊമ്പനെ പിടികൂടുന്നത് വിഷമകരമാകും. കോടതി കൃത്യമായി അതായത് നിരീക്ഷിക്കുന്നതിനാൽ എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പിടികൂടുക. വിശദമായ മോക്ക് ഡ്രിൽ നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യവും വനംവകുപ്പ് ആലോചിക്കുന്നുണ്ട്. GPS കോളർ അതിനനുസരിച്ചായിരിക്കും തീയതി തീരുമാനിക്കുക. വയനാട്ടിൽ നിന്നുള്ള ദൗത്യ സംഘവും കുങ്കിയാനകളും ഇപ്പോഴും ചിന്നക്കനാലിൽ തന്നെ തുടരുകയാണ്. അതേസമയം പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരുന്നതിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മുതലമട പഞ്ചായത്ത്. ഇന്നലെ സർവകക്ഷി യോഗങ്ങളെല്ലാം നടന്നിരുന്നു. തുടർന്ന് അരിക്കൊമ്പനെ ഇവിടേക്ക് എത്തിക്കാൻ ഒരു കാരണവശാലും ഇവിടേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ലെന്നും ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും മുതലമട പഞ്ചായത്ത് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ചൊവ്വാഴ്ച മുതലമട പഞ്ചായത്തിൽ ഒരു ഹർത്താലും നടത്തുന്നുണ്ട്. ഇന്നലെ നടന്ന സർവകക്ഷി യോഗത്തിലാണ് ഇത് തീരുമാനമായിട്ടുള്ളത്. അരിക്കൊമ്പനെ കൊണ്ടുവരുന്നതിനെതിരെ ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനാണ് പറമ്പിക്കുളം നിവാസികളുടെ തീരുമാനം. കാട്ടാനയെ കൊണ്ടുവരാനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് നിവേദനവും ഇവർ നൽകും. ആദിവാസി മേഖലയായ പറമ്പിക്കുളത്ത് 10 കോളനികളാണുള്ളത്. 611 ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. ഇതുകൂടാതെ പറമ്പിക്കുളം ആളിയാർ പ്രൊജക്ട് കോളനികളുമുണ്ട്. 3000-ലധികം ജനസംഖ്യയുമുള്ള ഒരു പ്രദേശമാണിത്. ഇവിടെ പൊതുവെ കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 27 കാട്ടാനകളെയാണ് പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവന്നത്. അതായത് മുതലമട, കൊല്ലങ്കോട് ഭാഗത്ത് ഇതുണ്ടാക്കിയ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളായിരുന്നു ഈ കാട്ടാനകൾ ഉണ്ടാക്കിയത്. കൃഷിക്ക് പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് മുതലമട പഞ്ചായത്ത്. വ്യാപകമായി ഒരു വർഷത്തിനിടെ തന്നെ 40 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് അരിക്കൊമ്പൻ കൂടി എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ഇവിടെയുള്ളവർ പേടിയോടെ ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിനിടയിലും അരിക്കൊമ്പന്റെ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപ് അരിക്കൊമ്പൻ അതായത് ചിന്നക്കനാൽ 301 കോളനിയിലെ VJ ജോർജിന്റെ വീടിന്റെ അടുക്കള അടിച്ചു തകർത്തു എന്നുള്ള ഒരു വാർത്തയെല്ലാം വന്നിരുന്നു. വീട്ടിൽ ആളില്ലാത്ത സമയമായതിനാലാണ് അവിടെയുള്ളവർ രക്ഷപ്പെട്ടത്. അതേസമയം ഓപ്പറേഷൻ അരിക്കൊമ്പൻ ദൗത്യം അതായത് ഈസ്റ്ററിന് ശേഷം പൂർത്തിയാകുമെന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയ ഒഴികെയുള്ള ദൗത്യ സംഘങ്ങൾ വ്യാഴാഴ്ച ചിന്നക്കനാലിൽ എത്തിയിരുന്നു. ഡോക്ടർ അരുൺ സക്കറിയ 10-ന് എത്തുമെന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. ചിന്നക്കനാൽ ജനവാസ മേഖലയിൽ ഭീഷണിയായ അരിക്കൊമ്പനെ പറമ്പിക്കുളം വനത്തിലേക്ക് വിടാനുള്ള തീരുമാനത്തിനെതിരെ CPM വളരെ രൂക്ഷമായാണ് വിമർശിച്ചത്. അതായത് സമരത്തിലേക്കെല്ലാം ഇറങ്ങിയിരുന്നു. അരിക്കൊമ്പനെ കൊണ്ടുവന്നാൽ തടയേണ്ടി വരുമെന്നും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചാലും ജനങ്ങളുടെ ജീവനാണ് മുഖ്യമെന്നും CPM ലോക്കൽ കമ്മിറ്റിയുടെ പ്രതിഷേധ ധർണയിൽ നെന്മാറ MLA ആയ K ബാബു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു. അജി.
ഈ നെന്മാറയിൽ ഇപ്പോൾ ഈ പറമ്പിക്കുളത്ത് ആനയെ കൊണ്ടുവരുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പറമ്പിക്കുളത്ത് നടക്കുന്നത്. ഒപ്പം തന്നെ മുതലമടയിൽ ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞിരുന്നു, അവിടെ ഹർത്താൽ നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്രത്തോളം ജനവികാരം അരിക്കൊമ്പന് എതിരായി നിൽക്കുകയാണ്. അപ്പോൾ മുതലമടയിലെ സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പങ്കുവെക്കുമോ നിമിഷ? അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരുന്നതിനെതിരെ കോടതിയെ സമീപിക്കാനാണ് മുതലമട പഞ്ചായത്ത് ഇപ്പോൾ ഒരുങ്ങുന്നത്. അതായത് ഇന്നലെ നടന്ന സർവകക്ഷി യോഗത്തിലാണ് ഈ തീരുമാനമായിട്ടുള്ളത്. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. അതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും മുതലമട പഞ്ചായത്ത് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന സർവകക്ഷി യോഗത്തിലാണ് ഈ തീരുമാനമായിട്ടുള്ളത്. കൂടാതെ ചൊവ്വാഴ്ച മുതലമട പഞ്ചായത്തിൽ ഹർത്താലും നടക്കുന്നുണ്ട്. അരിക്കൊമ്പനെ കൊണ്ടുവരുന്നതിനെതിരെ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്നും പറമ്പിക്കുളം നിവാസികൾ പറയുന്നുണ്ട്. കാട്ടാനയെ കൊണ്ടുവരാനുള്ള നീക്കം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർക്ക് നിവേദനം നൽകുമെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ മേഖലയിൽ ആദിവാസി മേഖലയാണ് ഈ പറമ്പിക്കുളം എന്ന് പറയുന്നത്. ഇവിടെ 10 കോളനികളാണ് ഉള്ളത്. അതായത് 611 ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതുകൂടാതെ പറമ്പിക്കുളം ആളിയാർ പ്രോജക്ട് കോളനികളുമുണ്ട്. 3000-ലധികം സംഖ്യയുള്ള ഒരു പ്രദേശമാണിത്. ഇവിടെ പൊതുവെ കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 27 കാട്ടാനകളാണ് പറമ്പിക്കുളത്ത് നിന്നും താഴേക്ക് ഇറങ്ങി വന്ന, അതായത് മുതലമട, കൊല്ലങ്കോട്, അതായത് മുതലമട പഞ്ചായത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് വലിയ നാശനഷ്ടങ്ങളാണ് ഈ കാട്ടാനകൾ ഉണ്ടാക്കിയത്. കൃഷിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണിത്. വ്യാപകമായ കൃഷിനാശമാണ് ഇവിടെ ഉണ്ടായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ. ഒരു വർഷം തന്നെ 40 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കി എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് അരിക്കൊമ്പനെ കൂടി എത്തിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, അതായത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പേടിയിൽ, അതായത് ഭീതിയിലാണ് ഇവിടെയുള്ളവർ കഴിയുന്നത്. അജി, അരിക്കൊമ്പൻ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പറമ്പിക്കുളം മേഖലയിൽ നടക്കുന്നത്. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും നിമിഷ.